ചാരുമൂട് കരിമുളയ്ക്കൽ സനാതന ധർമ്മ ഗുരുകുല ക്ഷേത്രത്തിൽ മഹാജ്യോതി പ്രതിഷ്ഠാ മഹോത്സവം ഫെബ്രുവരി 4 മുതൽ 8 വരെ നടക്കും. ശ്രീ ക്ഷേത്ര സിദ്ധഗിരി മഠാധിപതി സ്വാമി അദൃശ്യകാട് സിദ്ധേശ്വര മഹാരാജിന് സ്വീകരണവും നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ചാരുമൂട് കരിമുളയ്ക്കൽ സനാതനധർമ്മ ഗുരുകുല ക്ഷേത്രത്തിൽ മഹാജ്യോതി പ്രതിഷ്ഠാ മഹോത്സവം 4 മുതൽ 8 വരെ നടക്കും. ഇതിന്റെ ഭാഗമായി ശ്രീക്ഷേത്ര സിദ്ധഗിരി മഠാധിപതി സ്വാമി അദൃശ്യകാട് സിദ്ധേശ്വര മഹാരാജിന് സ്വീകരണവും നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കരിമുളയ്ക്കൽ സനാതനധർമ്മ ഗുരുകുല ക്ഷേത്രത്തിന്റെ 16ാമത് പ്രതിഷ്ഠ മഹോത്സവം 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെയാണ് കരിമുളയ്ക്കൽ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത പന്തിരുകുലത്തിന്റെ മഹാഗുരുക്കന്മാരുടെ ആത്മീയ തേജസ്സിനെ ജ്യോതിയിൽ ആവാഹനം നടത്തി പ്രതിഷ്ഠ ചെയ്തിട്ടുള്ള കേരളത്തിലെ ഒരുപക്ഷെ ഭാരതത്തിലെ ഏക ജ്യോതി ക്ഷേത്രമാണ്. പന്തിരുകുല മഹാജ്യോതി ക്ഷേത്രമാണ് കരിമുളയ്ക്കൽ സ്ഥിതി ചെയ്യുന്ന സനാതന ധർമ്മ ഗുരുകുല ക്ഷേത്രം. കുലമേതായാലും സഹോദരരാണ് നമ്മൾ. സാഹോദര്യത്തിലൂടെ സമത്വം, ഈശ്വര ആരാധനയിലൂടെ ആത്മസാക്ഷാത്കാരം, നല്ലവരാകാനും നന്മകൾ ചെയ്യുവാനും ഇല്ല ജാതി മത കാലദേശ ഭേദം എന്ന ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ പിറവിയെടുത്ത പറയിപെറ്റ പന്തിരുകുലത്തിന്റെ മാനവികതയുടെ മഹത്തായ സാഹോദര്യ ധർമ്മ സന്ദേശം ഭാരതത്തിന്റെ ആധ്യാത്മിക മണ്ഡലത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പന്തിരുകുല സനാതന ധർമ്മ ഗുരുകുല ക്ഷേത്രം സ്ഥാപിച്ചുകൊണ്ട് പന്തിരുകുല ആചാര്യൻ സ്വാമി ശിവാനന്ദ സരസ്വതി മഹാരാജ് നടത്തിവരുന്നു. ഉത്സവത്തിന്റെ 1ാം ദിവസമായ ഫെബ്രുവരി 4-ന് ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് പുറമെ വെട്ടിക്കോട് ശ്രീ നാഗരാജ ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന പന്തിരുകുല ആധ്യാത്മിക സമ്മേളനത്തിലേക്ക് ശ്രീക്ഷേത്ര സിദ്ധഗിരി മഠാധിപതിയെ സ്വീകരിക്കും. ശ്രീക്ഷേത്ര സിദ്ധഗിരി മഠാധിപതി സ്വാമി അദൃശ്യകാട് സിദ്ധേശ്വര മഹാരാജ് ഉദ്ഘാടനം നിർവഹിക്കും. സ്വാമി ശിവാനന്ദ സരസ്വതി അധ്യക്ഷത വഹിക്കും. പി ഗോപി സ്വാഗതം പറയും. ആശ്രമം ഏർപ്പെടുത്തിയ ദിവ്യപ്രഭശ്രീ പുരസ്കാരം പ്രൊഫസർ വി മധുസൂദനൻ നായർക്ക് സമ്മാനിക്കും. ഫെബ്രുവരി 8-ന് പാലക്കാട് മങ്കര ആശ്രമത്തിന്റെ മഠാധിപതി മഹാമണ്ഡലേശ്വർ പ്രഭാകരാനന്ദ സരസ്വതികളുടെ കാർമ്മികത്വത്തിൽ വിവിധ പരമ്പരയിൽപ്പെടുന്ന സന്യാസിമാരുടെ മന്ത്രോച്ചാരണത്തോടെ സർവ്വദുഃഖ നിവാരണ ഏകാദശ ശ്രീരുദ്ര മഹായജ്ഞവും നടത്തും. അഡ്വക്കേറ്റ് KG മുരളീധരൻ ഉണ്ണിത്താൻ, KT ബാബുലാൽ മണി, PK ശിവദാസൻ എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. കനേരി എന്നൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലാണ് ശ്രീ ക്ഷേത്ര സിദ്ധഗിരി മഠം സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ 1300 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു മഠമാണ്. അവിടെ സ്ഥാപിക്കപ്പെട്ട ശിവക്ഷേത്രത്തിന് ചുറ്റുമായി വളരെ ഏറെ കാര്യങ്ങൾ സാമൂഹ്യമായ നന്മയ്ക്ക് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആശ്രമം. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. 2018 പ്രളയകാലത്ത് സ്വാമിജിയുടെ നേതൃത്വത്തിലുള്ള 60 അംഗ ദുരിതാശ്വാസ സംഘം കേരളത്തിൽ വന്ന് 300 ടണ്ണിൽ പരം സാധനങ്ങൾ, റിലീഫ് ഗുഡ്സ് വിതരണം ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് നിഷ്കർഷ യാതൊരു കാരണവശാലും ഫോട്ടോഗ്രാഫ്സ് എടുത്ത് പ്രചരിപ്പിക്കാൻ പാടില്ല. സേവനം എന്നുള്ളത് ഈശ്വര പൂജയാണ്. അതിന് ഒരാളുടെയും പ്രശംസയോ മറ്റു കാര്യങ്ങളോ ആവശ്യമില്ല. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.